ഹായ് ഫ്രണ്ട്സ്, മൈൻഡ് യുവർ ബോഡിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇവനെന്താ വട്ടാണോ? കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് കുറച്ച് വിയേഡായിട്ട് തോന്നും. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനും ഒരു സയൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് പല ആളുകളും അത്യാവശ്യം ആരോഗ്യം നോക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കൺസേൺ ആണ്. പക്ഷേ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ആരും ഒന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മുടെ ദഹനം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ നിന്നാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളെ വായിലേക്ക് എടുക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജഷൻ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ചവച്ചാൽ മാത്രമേ ആ ഒരു ഡൈജഷന്റെ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അതായത് നമ്മുടെ വായ്ക്കകത്ത് ഉണ്ടാകുന്ന ഉമിനീര് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയാൽ മാത്രമേ ദഹനവും അതിന് ശേഷം ഉണ്ടാകുന്ന ഈ ന്യൂട്രിയന്റിന്റെ എല്ലാം അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിലേക്ക് ശരിയായ രീതിയിലുള്ള സിഗ്നലുകൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ബ്രെയിനിന് മനസ്സിലാവുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാല് ഇന്ന് പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവണത, ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ മൊബൈൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ചവയിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നമ്മളെ മൈൻഡ് പല ഇതിലേക്കും ഡൈവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യാന്ത്രികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതുവഴി എന്ത് സംഭവിക്കും? പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പ്രീ ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കുകയില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് നമ്മൾ ബ്രെയിനിന് മനസ്സിലാകാതെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചിലപ്പോൾ നമ്മൾ കഴിച്ചു പോകും. അതുവഴി ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഈ ഓവറായിട്ട് കഴിക്കുന്നത് വഴിയുള്ള പൊണ്ണത്തടി പോലുള്ള അല്ലെങ്കിൽ ഒബീസിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നമ്മൾ ചവക്കേണ്ടതുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഒരു വ്യക്തി മിനിമം 32 തവണയെങ്കിലും ചവക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്റെ അമ്മ 32 പ്രാവശ്യമൊക്കെ ചവക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഭക്ഷണ രീതി ഒന്ന് അനലൈസ് ചെയ്താൽ ഇതിന്റെ പകുതി പോലും പലരും ചവക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ നമ്മുടെ മലയാളീസ് അല്ലെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ അടക്കം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു ഉരുള ചോറ് എല്ലാം കുഴച്ച് നമ്മൾ വായിലേക്ക് ഇട്ട് ചവക്കുന്നതിന്റെ സമയത്ത് നമ്മൾ അടുത്ത ഉരുളക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങി അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധ എങ്ങോട്ടാ? ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ അങ്ങനെയുള്ള അതൊക്കെ മാറ്റി വെച്ചാൽ പോലും നമ്മളെ ശ്രദ്ധ പോകുന്നത് പ്ലേറ്റിലേക്കാണ്. അതായത് നമ്മൾ ഇതിന്റെ മിക്സിങ്, അതായത് നമ്മൾ എന്തൊക്കെയാണോ കറികളുള്ളത് അതൊക്കെ മിക്സിങ്ങിന്റെ തിരക്കിലായിരിക്കും. അതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ നമ്മൾ ഈ ചവ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് വിഴുങ്ങണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് കൂടിയായിരിക്കും നമ്മളിത് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ 32 എന്നുള്ള കണക്കിലൊന്നും നമ്മൾ എവിടെ എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഉരുള നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ 2 കൈകളും ഒന്ന് ഫ്രീ ആക്കി വിടുക. അതായത് നമ്മൾ പ്ലേറ്റിൽ തൊടാതെ കൈകൾ ഫ്രീ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ചവയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു തവണ നമ്മളത് ആവശ്യത്തിന്, അതായത് നല്ല രീതിയിൽ നമ്മൾ ചവച്ച് കഴിഞ്ഞ് അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പ്ലേറ്റിലേക്ക് കൈ പോവുക. ഈ രീതി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ശീലങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഈ രീതിയിലേക്കൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ക്രമേണ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ചവയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ഭക്ഷണത്തിൽ നിങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൈജസ്റ്റീവ് ഹെൽത്തിന്റെ കാര്യങ്ങളിൽ എന്തുമാത്രം ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക. വീണ്ടും മറ്റൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ബൈ. ദിസ് ഈസ് ഷിബിൻ. താങ്ക് യു.